എയർ ഇന്ത്യ അപകടത്തിൽ അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതിയുടെ തലവൻ. അപകടത്തിന്റെ കാരണം പരിശോധിച്ച് 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. DNA പരിശോധന പൂർത്തിയായ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരനും അമ്മാവനും അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രതിനിധി നോബിൾ മാരിക്കാരനും ആദിൽ പാലോടും വിജിത് ഊർക്കടവൂരും ഒപ്പം തന്നെ കണ്ണൻ പ്രസന്നനും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം നോബിൾ മാരിക്കാരിലേക്ക് പോകുന്നു. നോബിൾ, ഗുഡ് മോർണിംഗ് നോബിൾ. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ആദ്യം നോബിളിലേക്ക് എത്തിയാൽ അന്വേഷണം ഉന്നതതല സമിതി രൂപീകരിച്ചുവെന്നാണ് അറിയുന്നത്. നേരത്തെ വിവിധ ഏജൻസികൾ നേരിട്ട് അഹമ്മദാബാദിലെ മെഖാനി നഗറിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. NIA അടക്കമുള്ള സംഘങ്ങൾ, ATSന്റെ സംഘങ്ങളൊക്കെ അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര ഉന്നതതല അന്വേഷണത്തിനാണോ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? നേരത്തെ അട്ടിമറി സാധ്യതകൾ തള്ളിയിരുന്നു നോബിൾ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും ഈ വിമാന അപകടത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ അന്വേഷിക്കാൻ തന്നെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കും എന്ന് കേന്ദ്രം ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ സമിതി എന്താണെങ്കിലും ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നു. ഈ സമിതി രൂപീകരിച്ചുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തലവനായ സമിതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമിതി ഉണ്ടായിരിക്കുന്നത്. പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഈ സമിതിയിൽ അംഗങ്ങളുമാണ്. അതോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ സിവിൽ ഏവിയേഷന്റെ വിഭാഗത്തു നിന്നൊക്കെ വ്യോമയാന മന്ത്രാലയത്തിന്റെയൊക്കെ ഭാഗത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരുമൊക്കെ ഇതിൽ ഭാഗങ്ങളാണ്. അത്തരത്തിലൊരു ഉന്നതകാല സമിതിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഈ സമിതി ഈ അപകടത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പഠിക്കും. അതോടൊപ്പം തന്നെ ഇനി ഇത്തരത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യും. അതോടൊപ്പം ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ ഏത് തരത്തിൽ ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ സമിതിയുടെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ സമഗ്രമായി തന്നെ ഈ വ്യോമയാന മേഖലയിൽ, പ്രത്യേകിച്ച് ഈ അപകടം മാത്രമല്ല വ്യോമയാന മേഖലയിൽ ഇനി എടുക്കേണ്ട നടപടികളടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഈ സമിതിയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ അപകടം നടന്ന സ്ഥലം, അതോടൊപ്പം തന്നെ ഈ അപകടം അന്വേഷിക്കുന്ന മറ്റ് പല ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ, അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവർ, അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായവർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആശയവിനിമയം നടത്താനും ഇവിടെയൊക്കെ കടന്നു ചെന്ന് പരിശോധന നടത്താനുള്ള എല്ലാ അധികാരവും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സമിതിയെ ഇപ്പോൾ എന്താണെങ്കിലും രൂപീകരിച്ചിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ഈ സമിതി ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ നൽകണം എന്നാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും വിശദമായ അന്വേഷണം, കേന്ദ്രം നേരത്തെ തന്നെ ഇതിൽ അട്ടിമറി സാധ്യതകൾ പൂർണ്ണമായും തള്ളിയിരുന്നു. കാരണം ഈ വിമാനത്തിന്റെ എന്ത് അപകടം, പ്രത്യേകിച്ച് നേരത്തെ അട്ടിമറി എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ, അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ അതെല്ലാം കേന്ദ്രം തള്ളിയതിന് പിന്നാലെയാണ് ഈ ഉന്നതതല സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ അന്വേഷണം എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന നിർദ്ദേശവും ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനമായും ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അപകട കാരണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല എന്നടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എഞ്ചിൻ ഫെയിലിയർ ആണോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നോ ഇത് അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. എന്താണെങ്കിലും ബ്ലാക്ക് ബോക്സ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇത് അന്വേഷിക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മാസത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഉന്നതതല സമിതിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി നോബിൾ, നമ്മുടെ രഞ്ജിതയുടെ സഹോദരനും അമ്മാവനും രാവിലെ തന്നെ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളി സമാജം പ്രവർത്തകരുടെ പ്രതികരണം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അവരവിടെ എത്തി DNA സാമ്പിൾ കൊടുക്കണം. അപ്പോൾ സാമ്പിൾ കൊടുത്ത് DNA മാച്ചിങ് നടത്തി വേണം രഞ്ജിതയുടെ മൃതദേഹം തിരികെ എടുക്കാൻ. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ആയി കഴിഞ്ഞോ? നോബിൾ കണ്ടിരുന്നു അവരെ? അരുൺ, അവർ അല്പം മുമ്പാണ് ഇവിടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. അതിനു പിന്നാലെ അവരിപ്പോൾ ഇവിടെ സിവിൽ ആശുപത്രിയിലേക്ക് DNA സാമ്പിൾ നൽകുന്നതിന് വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാ സഹായവും എയർ ഇന്ത്യയുടെ ഭാഗത്തും ഇവിടെ മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. മറ്റ് ഡിലേകളൊന്നുമില്ലാതെ അവരെ എന്താണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. രഞ്ജിതയുടെ സഹോദരൻ രതീഷ, അതോടൊപ്പം മറ്റൊരു ബന്ധുവുമാണ് എത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ട മറ്റ് സഹായം നൽകാൻ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ അടക്കം മലയാളി സമാജം അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെന്ന് സാമ്പിൾ നൽകിക്കഴിഞ്ഞാൽ 72 മണിക്കൂറിന് ശേഷമാണ് ഇതിന്റെ റിസൾട്ട് വരികയുള്ളൂ. ഏറെക്കുറെ 3 ദിവസത്തിന് അടുത്ത സമയം വേണ്ടിവരും. സ്വാഭാവികമായി അത്രയും സമയം അവർക്ക് വേണ്ട എല്ലാ സഹായവും നൽകാൻ ഇവിടെ മറ്റ് സംവിധാനങ്ങൾ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ സഹോദരനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രതികരണം നൽകാൻ തയ്യാറായിരുന്നില്ല. അതാണെങ്കിൽ DNA നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ രഞ്ജിതയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കഴിയുക. അതിന്റെ റിസൾട്ട് വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് കാലതാമസങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. അതിനുവേണ്ട മറ്റ് ഒരുക്കങ്ങൾ ഇവിടെ വിമാനത്താവളത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും മറ്റ് എയർ നോബിൾ ഈ രഞ്ജിത്തിന്റെ സഹോദരനുമായിട്ടും കൂടുതൽ
അവരെ നമുക്കും അവിടെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. കാരണം അവിടെ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഹരി അടക്കമുള്ളവരൊക്കെ അവിടെ വളരെ സജീവമായി തന്നെയുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ രഞ്ജിതയുടെ മൃതദേഹം തിരികെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. കാര്യം ഒരു നാട് മുഴുവൻ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചു വരുന്നതുമായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാനേ വയ്യ. ഇതിലേക്ക് നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടാണ് ആ വാർത്ത വായിച്ചത് തന്നെ. താങ്ക് യു.